ഇവനാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ മേളിൽ ക്ലിക്ക് ചെയ്യാനുള്ള കാരണം. അതായത് ഏറ്റവും പവർഫുൾ ആൻഡ്രോയിഡ് ചിപ്സെറ്റായ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് ചിപ്സെറ്റുമായി ഇന്ത്യയിലേക്ക് വരുന്ന ദി ഫസ്റ്റ് ഫോണാണ് ഈ കാണുന്ന റിയൽമി GT7 Pro. സോ ഇതിന്റെ പവർ എങ്ങനെയുണ്ട്, ആ പവർ നമുക്ക് പെർഫോമൻസിൽ കിട്ടുന്നുണ്ടോ, ഗെയിമിങ്ങിൽ കിട്ടുന്നുണ്ടോ, ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാണുള്ളത് എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. 2.8 മില്യൺ, അതായത് 28 ലക്ഷമാണ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ AnTuTu സ്കോർ. കഴിഞ്ഞ വർഷം വരെ ഈ ഒരു സ്കോർ 20 ലക്ഷമായിരുന്നു മാക്സിമം. അതും ഞാൻ ഈ ബെഞ്ച് മാർക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഹീറ്റിംഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല, പ്രത്യേകിച്ച് ഈ ഒരു ഫോണിൽ. മാക്സിമം 37 ഡിഗ്രി 38 ഡിഗ്രി വരെയാണ് പോയത്. സൂപ്പർ പവർഫുൾ ചിപ്സെറ്റ് ആണ്. സോ അതിന്റെ പവർ ഇതിന്റെ പെർഫോമൻസിൽ കാണാനുണ്ട്. ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നോർമൽ യൂസ് ഉണ്ടല്ലോ, അതായത് ഇതിലുള്ള ഫീച്ചേഴ്സും ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഇതിൽ കൊടുത്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. റിയൽമി UI 6 ബേസ്ഡ് ഓൺ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 15 ആണ് വരുന്നത്. എന്നാൽ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇപ്പൊ ബ്രാൻഡുകൾ 4 വർഷം 5 വർഷം ഈവൻ 7 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും പ്രോമിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ റിയൽമി ഈ ഫോണിൽ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും വെറും 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക്? താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അനാവശ്യമായ ബബിൾ ഷൂട്ടർ, ഡയമണ്ട് ഹണ്ടർ പോലുള്ള ഗെയിംസ് ഒന്നും, അതായത് ചപ്പും ചവർ ഗെയിംസ് ഒന്നും ഇവിടെ വരുന്നില്ല. മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്, അതായത് ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, സ്നാപ്ചാറ്റ് കൊടുത്തിട്ടുണ്ട്. താല്പര്യമില്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, റിയൽമി ഇതിനെ റിയൽമി UI എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ബേസിക്കലി കളർ OS ആണ്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കളർ OSൽ വരുന്ന എല്ലാം പുതിയ ഫീച്ചേഴ്സ് ഈ റിയൽമി UIയിലും വരും. നമ്മൾ കളർ OSൽ കണ്ട അതേ രീതിയിലുള്ള നല്ല സ്മൂത്ത് ആപ്പ് ഓപ്പണിംഗ് ആൻഡ് ആപ്പ് ക്ലോസിംഗ് ആനിമേഷൻസ് ഇവിടെ കാണാനുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ലോക്ക് സ്ക്രീൻ ആൻഡ് മാച്ചിങ് ഹോം സ്ക്രീൻ അടങ്ങുന്ന ഈ പുതിയ തീം ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനാമിക് ഐലൻഡ് ഈ പുതിയ ലൈവ് അലേർട്ടിന്റെ ഫീച്ചറും ഇവിടെ വരുന്നുണ്ട്. സർക്കിൾ ടു സെർച്ചിന്റെ ഫീച്ചറും ഫൈനലി റിയൽമി ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഫോട്ടോസിനെ വേറെ സ്റ്റൈലിലാക്കി തരുന്ന AI സ്റ്റുഡിയോ ഫീച്ചർ. നമ്മൾ സാംസങ് ഫോൺസിൽ കണ്ട സ്കെച്ച് ടു ഇമേജ് ഫീച്ചർ ഉണ്ടല്ലോ, അത് ഇവിടെയും വരുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല, അതിനുശേഷം ആ ഒരു ഇമേജിന്റെ ക്വാളിറ്റി റിയൽമി കുറയ്ക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. AI ഇറേസർ, AI അൾട്രാ ക്ലാരിറ്റി, AI അൺബ്ലർ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ലേറ്റസ്റ്റ് കളർ OSലും ഓക്സിജൻ OSലും കണ്ട നോട്ട്സ് AI ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഈ കാണുന്ന ഫീച്ചേഴ്സ്, അതൊന്നും ഇതുവരെ റിയൽമി GT7 Proയിൽ വന്നിട്ടില്ല. ഇനി ഭാവിയിൽ വരുമോ ഇല്ലയോ എന്നറിയില്ല. സോ ഈ നോർമൽ യൂസും പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സിൽ നിന്ന് മാറി നമ്മൾ ഗെയിമിംഗിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ BGMI ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 90 FPS ഔട്ട് ഓഫ് ദ ബോക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പേഴ്സണലി എൻ്റെ യൂസേജിൽ അങ്ങനെ ലാഗും ഫ്രെയിം ഡ്രോപ്സ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. വളരെ സ്മൂത്ത്ലി ആണ് ഇത് റൺ ചെയ്യുന്നത്. ആക്ച്വലി ഇപ്പം 20-25,000 രൂപ കിട്ടുന്ന ഫോൺസും BGMI അത്യാവശ്യം സ്മൂത്ത്ലി റൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇതിലുള്ള 8 എലീറ്റ് ചിപ്സെറ്റ് BGMI ഒക്കെ പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ ഞാൻ എൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ പവർ ലേശം കൂട്ടാൻ വേണ്ടി ഗെൻഷിൻ ഇമ്പാക്ട് എന്ന ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് നോക്കി. 60 FPS-ലാണ് കളിച്ചത്. അതും വളരെ സ്മൂത്ത്ലി റൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹീറ്റിംഗ്, ഫ്രെയിം ഡ്രോപ്സ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. സോ ഇതിലുള്ള 8 എലീറ്റ് ചിപ്സെറ്റ് ആണെങ്കിലും LPDDR5X RAM, UFS 4.0 സ്റ്റോറേജ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ഫോൺ നല്ല ഹെവി ഗെയിമിങ്ങും വളരെ നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നോ ഇഷ്യൂസ്. പിന്നെ എൻ്റെ യൂസേജിൽ ഈ അനാവശ്യമായ ഹീറ്റിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ കോൾ ഡ്രോപ്പ്, 5G കിട്ടുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. അവിടെയൊക്കെ റിയൽമി ഈ ഫോണിനെ നല്ലോണം തന്നെ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. സോ ഈ അമേസിംഗ് പെർഫോമൻസ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഈ ഫോണിന്റെ ഫ്രണ്ടിൽ 6.78 ഇഞ്ച് സൈസ് ഉള്ള ഒരു വലിയ LTPO AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. നല്ല വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. സ്ക്രീനിന്റെ 4 സൈഡിലും ചെറിയ കർവ് കൊടുത്തിട്ടുണ്ട്. LTPO ഡിസ്പ്ലേ ആണ്. എന്താ കണ്ടില്ലേ, 1 Hz to 120 Hz റിഫ്രഷ് ആവുന്നുണ്ട്. സോ കുറച്ച് ബാറ്ററി നമുക്ക് ഇതുവഴി ലാഭിക്കാൻ പറ്റും. എന്നാൽ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 1.5K റെസൊല്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് 20,000 25,000 രൂപയുടെ ഫോണിൽ ഈസിലി കിട്ടുന്നുണ്ട് 1.5K. ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണെങ്കിൽ 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ കൊടുത്തിരിക്കണം. നമ്മൾ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഇവിടെ റിയൽമി തന്നിട്ടുണ്ട്, അതാണ് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ. സോ ഓപ്റ്റിക്കൽ അല്ല, ഇതിൽ അൾട്രാസോണിക് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റ് ആണ്. ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സെക്യൂർ ആണ്. കാരണം നമ്മുടെ ഫിംഗർ പ്രിന്റിന്റെ 3D മോഡലാണ് ഈ ഫോൺ സ്റ്റോർ ചെയ്യുന്നത്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ഓക്കെ ആണ്. തീർച്ചയായിട്ടും ഇപ്പം പിക്സലിന്റെ പ്രോ ഫോൺസ് അല്ലെങ്കിൽ OnePlusന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിന്റെ ആ ലെവലുള്ള ഹാപ്റ്റിക്സ് ഇല്ല. പക്ഷേ സ്റ്റിൽ അങ്ങനെ വലിയ കംപ്ലൈൻസ് ഒന്നും ഇല്ല. ഫോണിന്റെ ഡിസ്പ്ലേക്ക് Gorilla Glass 7i പ്രൊട്ടക്ഷൻ ആണ് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊട്ടക്ഷൻ അല്ല. എന്നാൽ ഈ ഫോൺ വരുന്ന പ്രൈസിൽ ഇത്രയും പവർഫുൾ, അതായത് ഏറ്റവും വില കൂടിയ ചിപ്സെറ്റ് തരണമെങ്കിൽ എവിടെയെങ്കിലൊക്കെ കോസ്റ്റ് കട്ടിങ് ചെയ്യേണ്ടി വരും, സ്വാഭാവികം. 6500 നിറ്റ്സിന്റെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. അത് അവിടെ ഇരിക്കട്ടെ, അത് മാർക്കറ്റിംഗ് സംഭവമാണ്. എനിവേ 2000 നിറ്റ്സിൻ്റെതാണ് ടിപ്പിക്കൽ പീക്ക് ബ്രൈറ്റ്നസ്. സോ ഒരു സംശയം വേണ്ട, ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും എവിടെ യൂസ് ചെയ്താലും ഫോണിന്റെ ഡിസ്പ്ലേ നല്ല ക്ലിയർ ആണ്. പിന്നെ നിങ്ങളുടെ കണ്ണുകൾ സെൻസിറ്റീവ് ആണെങ്കിൽ, അതായത് ഈ ലോ ബ്രൈറ്റ്നസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ തലവേദനയൊക്കെ വരാറുണ്ടെങ്കിൽ, കണ്ണിൽ ഇങ്ങനെ തോന്നാറുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു തോന്നൽ കുറവായിരിക്കും.
കാരണം ഇതിൽ 2600 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നെറ്റ്ഫ്ലിക്സ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഡോൾബി വിഷൻ ആൻഡ് HDR പ്ലേബാക്കിന് വേണ്ടിയുള്ള സപ്പോർട്ട് വരുന്നുണ്ട്. ആദ്യം ഇല്ലായിരുന്നു, പിന്നീട് ഐ തിങ്ക് അപ്ഡേറ്റിന് ശേഷമാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് വെരി നൈസ് ആക്ച്വലി. അതുപോലെ തന്നെ വീഡിയോസും പാട്ടുകളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. ആക്ച്വലി ഈ ഫോണിന്റെ ഗ്ലോബൽ വേരിയന്റ് ഉണ്ടല്ലോ, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഗ്ലോബൽ വേരിയന്റിൽ 6500 mAh മഹാ യമണ്ടൻ ബാറ്ററിയാണ്. സോ 6000 വരെ യമണ്ടൻ ആണ്. അതിനുശേഷം മഹാ യമണ്ടൻ ബാറ്ററിയാണ് വന്നത്, അതായത് സിലിക്കൺ കാർബൺ ബാറ്ററിയാണ്. പക്ഷേ ഇന്ത്യയിൽ എന്തോ സർട്ടിഫിക്കേഷൻ്റെ എന്തോ സംഭവമുണ്ട്, റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് അത്രയും വലിയ സിലിക്കൺ കാർബൺ ബാറ്ററി ഇവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല. എന്നാൽ പേടിക്കേണ്ട, 5800 mAh ബാറ്ററി ഇവിടെ തന്നിട്ടുണ്ട്. ധാരാളമാണ്. അതായത് ഈസിലി ഈ ഫോൺ നിങ്ങൾക്ക് 1 day ബാറ്ററി ബാക്കപ്പ് തരുന്നുണ്ട്. അതായത് ഇത്രയും പവർഫുൾ ചിപ്സെറ്റ് ഉണ്ടായിട്ടും 1 day ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടുന്നുണ്ട്. അതുകൂടാതെ ബോക്സിൽ 125 വാട്ടിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 30-35 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഫുൾ ചാർജ് ആയി കിട്ടും. എന്നാൽ ഇത്രയും വലിയൊരു ബാറ്ററി ഉള്ളതുകൊണ്ട് ഫോണിന്റെ സൈസിനെയും ഫോണിന്റെ വെയിറ്റിനെ അത് ബാധിക്കും. സോ ഏകദേശം 8.5 mm ആണ് തിക്നെസ്, 225 gram ആണ് വെയിറ്റ്. സോ ലേശം ബൾക്കി ഫോണാണ്. ഈ ഫോൺ ഇതായി കാണുന്ന 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ IP69 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് നൈസ്. പിന്നെ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയുടെ ഒരു ഫീച്ചർ തന്നിട്ടുണ്ട്. ഓക്കെ ആണ്, പക്ഷേ എത്ര പേര് അത് യൂസ് ചെയ്യുമെന്ന് അറിയില്ല. എന്താ കണ്ടില്ലേ? സോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ കംപ്ലീറ്റ്ലി വെള്ളത്തിൽ മുക്കി വെച്ച് ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി സൂം ഇൻ ചെയ്യാൻ വേണ്ടി ഈ വോളിയം റോക്കേഴ്സ് യൂസ് ചെയ്യണം. എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പവർ ബട്ടൺ, സ്ക്രീനിൻ്റെ ഈ ഒരു പോർഷൻ, ആ ഒരു ഷട്ടർ ബട്ടൺ കണ്ടില്ലേ, അവിടെ മാത്രം സ്ക്രീൻ വർക്കാവും. പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഈ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി മോഡിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീക്കറിൽ നിന്ന് ഈ ഒരു ട്യൂൺ വരും. വെള്ളം പുറത്തേക്ക് ചീറ്റാൻ വേണ്ടിയാണ്. നിങ്ങളുടെ വീട്ടിലുള്ള TV AC ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ കണ്ടില്ലേ IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയുള്ള സപ്പോർട്ട് ഇവിടെ വരുന്നില്ല. അതിനോടൊപ്പം തന്നെ ഫോണിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന USB പോർട്ട് USB 2.0 ആണ്. പിന്നെ ബാക്കിൽ ഈ സ്ക്വയർ ക്യാമറ മോഡ്യൂളിൽ 3 ക്യാമറാസ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ റിയൽമിയെ ഓർക്കണം എന്ന് ഞാനല്ല, റിയൽമി ആണ് ഇവരുടെ ലോഞ്ച് ഇവന്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാണോ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ 8 മെഗാപിക്സൽ അൾട്രാവൈഡ്? തീർച്ചയായിട്ടും നമുക്ക് 20-25,000 രൂപ കിട്ടുന്ന 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ഉണ്ട്. അതിനേക്കാളും തീർച്ചയായിട്ടും മച്ച് ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. നല്ല കോൺട്രാസ്റ്റ് ഉള്ള ഫോട്ടോസ് ആണ് തരുന്നത്. നല്ല പഞ്ചി കളേഴ്സ് ഉണ്ട്, എന്ന് വെച്ചാൽ കളേഴ്സ് ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഓവർ ഷാർപ്പനിങ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. 3x ടെലിഫോട്ടോ ഉണ്ട്, അത് വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ക്ലോസ് അപ്പ് പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. നല്ല ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. സ്കിൻ ടോൺ ഒക്കെ ഓക്കെ ആണ്. യെസ്, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മൾ ഷെയ്ഡിലൊക്കെ ഫോട്ടോസ് എടുക്കുമ്പോൾ ചെറിയൊരു വെളുപ്പിക്കലും കാര്യങ്ങളൊക്കെ ഫേസിൽ അറിയാനുണ്ട്. 1x 3x ആൻഡ് 6x സൂംസ് ബൈ ഡിഫോൾട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വീണ്ടും കാണിച്ചു തരാം. 1x 3x ആൻഡ് 6x. പിന്നെ ഈ ഫോണിന്റെ ചില റിവ്യൂ വീഡിയോസിൽ ഇതിന്റെ ക്യാമറ നല്ലോണം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ പറഞ്ഞ ടെസ്റ്റിംഗ് അപ്ഡേറ്റിന് മുന്നേ ഉള്ള ടെസ്റ്റിംഗ് ആയിരിക്കും. കാരണം എനിക്ക് ഈ ഒരു ഫോൺ കിട്ടിയല്ലോ അന്ന് തന്നെ, അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു, ഒരു യമണ്ടൻ അപ്ഡേറ്റ്, അതായത് 1.4 GB ഒരു അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ക്യാമറ ടെസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ എനിക്ക് ക്യാമറയിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. തീർച്ചയായിട്ടും ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ അല്ല. ആ 8 മെഗാപിക്സൽ അൾട്രാവൈഡ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ. സോ ഫോർ എക്സാമ്പിൾ S24 Ultra, ഐഫോൺ പ്രോ ഫോൺസ്, Vivo X200 Pro, ആ ലെവലുള്ള പെർഫോമൻസ് ഒന്നും ഇവിടെ പ്രതീക്ഷിക്കരുത്. എന്നാൽ ഇത്രയും വലിയൊരു അപ്ഡേറ്റ് വന്നതിന് ശേഷവും വരാത്തൊരു സംഭവമാണ് സെൽഫിയിൽ 4K റെക്കോർഡിംഗ്. ഓക്കെ, സെൽഫിയിൽ നിങ്ങൾക്ക് മാക്സിമം 1080p വീഡിയോസ് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും വലിയൊരു കുറവാണ് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ. സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ബാക്ക് ക്യാമറ വെച്ച് നമുക്ക് ഈസിലി 4K 30 FPS 60 FPS ഈവൻ 8K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ ഫോണിന്റെ 12GB 256GB പ്രൈസ് ആണ് 59,999 രൂപ. 16GB 512GB വേരിയന്റിന്റെ പ്രൈസ് ആണ് 65,999 രൂപ. 3,000 റുപ്പീസിന്റെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിടപ്പുണ്ട്. സോ സ്റ്റാർട്ടിംഗ് ഓഫർ പ്രൈസ് ആണ് 56,999 രൂപ. സോ നല്ലൊരു ഫോണാണ്. റിയൽമി കുറേ ഫീച്ചേഴ്സ് കുത്തി നിറച്ച് തന്നിട്ടുണ്ട്. സ്റ്റിൽ ഇതിനെ ഒരു പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് വിളിക്കാൻ പറ്റൂല. എന്നാൽ ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ്. നല്ല അഗ്രസീവ് പ്രൈസിംഗിലാണ് ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഐ എം ഷുവർ നെക്സ്റ്റ് ഓഫർ സെയിൽ സമയമൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം എന്താണെന്ന് വെച്ചാൽ 55,000 റുപ്പീസ് 60,000 റുപ്പീസിൽ നിങ്ങൾ ഒരു റിയൽമി ഫോൺ വാങ്ങുമോ? താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.